going to have a ball. മഞ്ഞു വീണുറഞ്ഞ ഡിസംബറിലെ ആ പ്രഭാതം ഗുജ്റൻവാലിയിലെ ജിന്ന സ്റ്റേഡിയം ഒരു യുദ്ധക്കളം പോലെ തിളച്ചുമറിയുന്നു. ഗാലറികളിൽ അലയടിക്കുന്നത് ആവേശമല്ല, അക്രമമായ വെല്ലുവിളികളാണ്. ആ ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് സ്കൂൾ പുസ്തകങ്ങൾ മടക്കി വെച്ച് തൻ്റെ ജീവിതം എഴുതാനായി ഒരു 16-കാരൻ പയ്യൻ നടന്നു വരുന്നു. ചുരുളൻ മുടിയും കുട്ടിത്തം മാറാത്ത മുഖവുമായി മുംബൈക്കാരൻ സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. Imran still has 2 more to go. Wasim Akram 2 more to go. And this is Waqar Younis's last over. 2 for 6. ദിവസങ്ങൾക്ക് മുന്നേ തീയുണ്ട് വായുന്ന പന്തുകൾ നേരിട്ട് ചോര പൊടിഞ്ഞിട്ടും താൻ കളിച്ചോളാമെന്ന് പറഞ്ഞ് ഉറച്ചു നിന്നത് വെറുതെയല്ലെന്ന് നമ്മുടെ മനസ്സ് മന്ത്രിച്ചു. അവൻ്റെ കൈകളിലെ ബാറ്റിന് അവനേക്കാൾ ഭാരമുണ്ടെന്നും തലയിലെ ഹെൽമറ്റ് അവന് പാകമല്ലെന്നും തോന്നിപ്പിച്ചു. പക്ഷെ പ്രിയ പ്രേക്ഷകരെ, ആ കണ്ണുകളിൽ ജ്വലിച്ചു നിന്നത് ഒരു മഹാസാഗരത്തെ ഒളിപ്പിച്ചു വെച്ച ശാന്തതയായിരുന്നു. വക്കാർ യൂനിസ് എന്ന കാട്ടുതീയും അക്രം എന്ന സ്വിങ്ങിന്റെ സുൽത്താനും മറുവശത്ത് ഇരപിടിയന്മാരെ പോലെ കാത്തുനിൽക്കുന്നു. കേവലം 2 പന്തുകൾ, അതെ, വെറും 2 പന്തുകൾ മാത്രം. വക്കാറിന്റെ മിന്നൽ വേഗതയിലുള്ള പന്ത് ബാറ്റിന്റെ വക്കിലുരസി വസീമിന്റെ കൈകളിലേക്ക്. സ്കോർ ബോർഡിൽ തെളിഞ്ഞത് ഒരു വട്ട 0. ഗാലറിയിൽ പരിഹാസം. പിന്നീട് അവൻ നേരിട്ടത് ലോകം വരയ്ക്കുന്ന വെസ്റ്റ് ഇൻഡീസിന്റെ പേസ് പടയെയാണ്. ആംബ്രോസും കോട്ട്നി വാൽഷും ഇയാൻ ബിഷപ്പും തീപ്പന്തുകളെറിഞ്ഞ കരീബിയൻ മണ്ണിൽ പലപ്പോഴും ഹെൽമറ്റ് പോലും ഇല്ലാതെ അവൻ നെഞ്ചു വിരിച്ചു നിന്നു. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ പിച്ചുകളിൽ അവൻ ബാക്ക് ഫൂട്ടിൽ ഉയർന്നു നിന്ന് പന്തുകളെ അതിർത്തി കടത്തി. ഓർമ്മയുണ്ടോ ആ കാലം? സച്ചിൻ ഔട്ടായാൽ TV ഓഫ് ചെയ്തിരുന്ന 90കൾ. ഒരു മഹാരാജ്യത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും ആ 5 അടി 5 ഇഞ്ചുകാരന്റെ തോളിലായിരുന്നു. ഷാർജയിലെ മരുഭൂമിയിൽ കൊടുങ്കാറ്റ് വീശിയപ്പോൾ അതിനേക്കാൾ വലിയ കൊടുങ്കാറ്റായി മാറി ഓസ്ട്രേലിയൻ ബൗളർമാരെ തച്ചു തകർത്ത വിശ്വരൂപം. ആ ബാറ്റിന്റെ മധ്യഭാഗത്ത് നിന്ന് ഒഴുകിയിറങ്ങുന്ന സ്ട്രൈറ്റ് ഡ്രൈവുകൾ. ആ 0-ൽ നിന്നാണ് പിന്നീട് 18,426 ഏകദിന റൺസുകൾ പിറന്നത്. ആ 0-ൽ നിന്നാണ് 15,921 ടെസ്റ്റ് റണ്ണുകളും 51 ടെസ്റ്റ് സെഞ്ചുറികളും നേടി ക്രിക്കറ്റിന്റെ ദൈവമായത്. ഒടുവിൽ 2011 വാങ്കഡയിൽ ലോകകപ്പ് ഉയർത്തിയപ്പോൾ 22 വർഷം രാജ്യത്തെ ചുമന്ന ആ മനുഷ്യനെ സഹതാരങ്ങൾ തോളിലേറ്റി വലം വെച്ചു. രാജ്യം മുഴുവൻ ആദരിച്ചു. അർജുന അവാർഡ്, ഖേൽ രത്ന, പത്മവിഭൂഷൺ. ഒടുവിൽ ഭാരതത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി ആദരിച്ച ഒരേ ഒരു കായിക താരം. ഇന്നും സ്റ്റേഡിയങ്ങളിൽ ആരവങ്ങളുണ്ട്. കോഹ്ലിയും രോഹിത്തും റണ്ണുകൾ വാരിക്കൂട്ടുന്നുണ്ട്. റെക്കോർഡുകൾ പലതും വഴിമാറിയേക്കാം. പക്ഷെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ മുഴങ്ങിയിരുന്ന സച്ചിൻ സച്ചിൻ എന്ന ആ മന്ത്രം, അത് തരുന്ന ആ രോമാഞ്ചം, അത് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ക്രിക്കറ്റ് ഇന്നും ജീവനോടെയുണ്ട്. പക്ഷേ ക്ഷമിക്കണം സച്ചിൻ, ഞങ്ങൾക്ക് ക്രിക്കറ്റിന്റെ ദൈവത്തെ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്.